ഹലോ എവരി വൺ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. 2ാം ക്ലാസ്സിൽ തിങ്കളാഴ്ച എക്സാം തുടങ്ങുവാണല്ലേ 2ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക്. ഇന്റഗ്രേഷൻ ആണ് ആദ്യത്തെ എക്സാം. പഠിച്ചു തുടങ്ങിയല്ലോ, അറിയാലോ, പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുൻപ് ടീച്ചർ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക്, കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. LKG മുതലുള്ള ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. LKG ക്ലാസ്സസ്, UKG ക്ലാസ് 1 മുതൽ 7 വരെ. അതുപോലെ തന്നെ ബേസിക് ക്ലാസ്സസ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവയുടെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസും നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ ആവശ്യം, അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഫീ നൽകിയാണ് പഠിക്കാനുള്ളത്. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. 2ാം ക്ലാസ്സിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ടോപ്പിക്കാണ്. ഇതാരാ? പൂവൻ കോഴിയുണ്ട്, പിടക്കോഴിയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. കോഴി എന്ന് പറയല്ലേ. ഈ കോഴി എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ചേ. ഞാൻ കോഴി, മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കും. മണ്ണിലുള്ള പുഴുക്കളും വിത്തുകളും ഒക്കെയാണ് ഞങ്ങൾ കഴിക്കുക. പക്ഷിയാണെങ്കിലും ഞങ്ങൾ അത്യാവശ്യത്തിന് മാത്രമേ പറക്കൂ. നിങ്ങൾ മനുഷ്യർ ഞങ്ങളുടെ മുട്ടയും ഇറച്ചിയും ഒക്കെ കഴിക്കും. ഇവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നേ? കോഴി അവരെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാണ് അല്ലേ. കോഴി അവരെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാണ്. ആദ്യം പരിചയപ്പെടുത്തുകയാ ചെയ്യുന്നത്. എന്താ പരിചയപ്പെടുത്തുന്നേ? ഞാൻ കോഴി. അപ്പോൾ നിങ്ങൾ ഏത് അനിമൽ, ഏത് മൃഗങ്ങളെ കുറിച്ച് ചോദിച്ചാലും ആദ്യം എന്താ ചെയ്യേണ്ടേ? അവരെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഞാൻ പശു, ഞാൻ മീൻ, ഞാൻ ആട് എന്നായിരിക്കും എഴുതുക. അപ്പൊ ആദ്യത്തെ സെന്റൻസ് എങ്ങനെയാ എഴുതുക? ഞാൻ ആരാണ് എന്ന് എഴുതുക. ഞാൻ നായ, ഞാൻ പൂച്ച, ഞാൻ ആട്. ഓക്കെ, അപ്പോ ആദ്യം എന്താ ചെയ്യുക? പരിചയപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത് എന്താണെന്ന് നോക്കാം. എന്താണ് അവർ ചെയ്യുന്നത്? എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത്? പ്രസവിക്കുകയാണോ, മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുകയാണോ ചെയ്യുന്നത്? എങ്ങനെയാ? കോഴി എങ്ങനെയാ? മുട്ടയിട്ട് അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിക്കും ഞങ്ങൾ. ഇനി എന്തൊക്കെയാണ് കഴിക്കുന്നേ? മണ്ണിലുള്ള പുഴുക്കൾ, വിത്തുകളൊക്കെയാണ് ഞങ്ങൾ കഴിക്കുക. ഇനി ഇവർ ആരാണ്? പക്ഷിയല്ലേ. പക്ഷിയാണെങ്കിലും അത്യാവശ്യത്തിന് മാത്രമേ ഞങ്ങൾ പറക്കുകയുള്ളൂ. അവർ നമുക്ക് എന്തൊക്കെയാ തരുന്നേ? മുട്ട തരുന്നുണ്ട്, ഇറച്ചി തരുന്നുണ്ട്. നിങ്ങൾ മനുഷ്യർ ഞങ്ങളുടെ മുട്ടയും ഇറച്ചിയും ഒക്കെ കഴിക്കും. അപ്പൊ ആദ്യം പരിചയപ്പെടുത്തി എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു, ആഹാരം എന്താണെന്ന് പറഞ്ഞു, അവരുടെ പ്രത്യേകത പറഞ്ഞു, അവർ നമുക്ക് എന്തൊക്കെയാണ് തരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത മൃഗങ്ങളെ കുറിച്ച് എഴുതണം. ഇവിടെ നോക്കിയേ, അണ്ണാൻ. ഇതാരാ? അണ്ണാൻ. അപ്പൊ അണ്ണാൻ എങ്ങനെയാ പറയാ? ഞങ്ങളെ അണ്ണാൻ എന്നാണ് വിളിക്കുക. അല്ലെങ്കിൽ ഞാൻ അണ്ണാൻ എന്നും എഴുതാം. അല്ലെങ്കിൽ ഞങ്ങളെ വിളിക്കുന്ന പേര് അണ്ണാൻ എന്നാണ്. ഇനി കരയുന്നത് എങ്ങനെയാ? ചിൽ ചിൽ എന്ന് പറഞ്ഞുകൊണ്ട് മരച്ചില്ലകളിൽ ചാടി ചാടി നടക്കുന്ന ഞങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചിൽ 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 എന്ന് പറഞ്ഞുകൊണ്ട് മരച്ചില്ലകളിലൂടെ ചാടി ചാടി നടക്കുകയാണല്ലേ. അങ്ങനെ നിങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വിത്തുകളും കായ്കളുമാണ് ഞങ്ങൾ ഭക്ഷിക്കുക. ഞങ്ങളുടെ ആഹാരം എന്താ? വിത്തുകളും കായ്കളുമാണ്. ഇനി എങ്ങനെയാ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്നേ? കുഞ്ഞുങ്ങളെ പ്രസവിച്ച് വളർത്തുന്നവരാണ് ഞങ്ങൾ. ഇനി നമുക്ക് എഴുതാം എന്താ? ഞങ്ങളുടെ പുറത്ത് 3 വരകളുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ? ഞങ്ങളുടെ പുറത്ത് 3 വരകൾ കാണാറില്ലേ? ഞങ്ങളുടെ പുറത്ത് 3 വരകളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൂട്ടിച്ചേർക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, ഇവിടെ പൂച്ചയുണ്ട്. പൂച്ച എന്തായിരിക്കും പറയാ? പൂച്ച എങ്ങനെയാ പറയാ? ഒന്ന് പറഞ്ഞേ. ഞാൻ പൂച്ച. ആദ്യത്തെ സെന്റൻസ് എന്തായിരിക്കും എഴുതുക? പൂച്ച എന്തായിരിക്കും പറയാ? ഞാൻ പൂച്ച. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതി നോക്കാം. ഞാൻ പൂച്ച. ഇത് പൂമ്പാറ്റയാണ്. പൂമ്പാറ്റ എന്താ ആദ്യം അടുത്ത് പറയാ? ഞാൻ പൂമ്പാറ്റ. ഓക്കെ, മാൻ എന്താ പറയാ? ഞാൻ മാൻ. അടുത്ത പശു എന്താ പറയാ? ഞാൻ പശു. അപ്പൊ ആദ്യത്തെ സെന്റൻസ് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? മനസ്സിലായി.
ഇനി രണ്ടാമത് സെന്റൻസ് എങ്ങനെ എഴുതാ? പൂച്ച എന്താ ചെയ്യുന്നത്? വീട്ടിൽ വളർത്തിയല്ലേ? എന്നെ നിങ്ങൾ വീട്ടിൽ വളർത്താറുണ്ട്. എന്നെ നിങ്ങൾ വീട്ടിൽ വളർത്താറുണ്ട്. വീട്ടിൽ വളർത്തും. എന്നെ നിങ്ങൾ വീട്ടിൽ വളർത്തും എന്നെഴുതിക്കൂടെ? എന്നെ നിങ്ങൾ വീട്ടിൽ വളർത്തും. അല്ലെങ്കിൽ ഞാനൊരു വളർത്തു മൃഗമാണ്. പൂച്ചയ്ക്ക് അടുത്തെന്ത് പറയാം? ഞാനൊരു വളർത്തു മൃഗമാണ്. ഇനി ആഹാരം എന്ത് പറയാം? ആഹാരം, എനിക്ക് മീനും പാലും നല്ല ഇഷ്ടമാണ്. എനിക്ക് മീനും പാലും നല്ല ഇഷ്ടമാണ്. പൂച്ച പാല് കുടിക്കുമല്ലോ, മീൻ കഴിക്കുമല്ലോ. അപ്പൊ അത് അടുത്ത സെന്റൻസ് എഴുതിക്കൂടെ? എനിക്ക് പാലും മീനും നല്ല ഇഷ്ടമാണ്. നല്ല ഇഷ്ടമാണ്. 3 സെന്റൻസ് ആയില്ലേ? അടുത്തെന്താ എഴുതാം? എങ്ങനെയാ കുഞ്ഞുങ്ങൾ ഉണ്ടാവുക? ഞാൻ പ്രസവിച്ചാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ഞാൻ പ്രസവിച്ചാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. എഴുതിക്കൂടെ? എഴുതാം. ഇനി മറ്റൊരു കാര്യമുണ്ട്. ഞാൻ എലികളുടെ ശത്രുവാണ്. ഞാൻ എലികളുടെ ശത്രുവാണ്. ഞാൻ എലികളുടെ ശത്രുവാണ്. പൂച്ച അപ്പോൾ എന്ന ഒരുപാട് കാര്യങ്ങൾ പൂച്ചയെ കുറിച്ച് പറഞ്ഞല്ലോ. എന്തൊക്കെയാ കാര്യങ്ങൾ പറഞ്ഞേ പൂച്ച? ഞാൻ പൂച്ച. എന്നെ നിങ്ങൾ വീട്ടിൽ വളർത്താറുണ്ട്. ഞാനൊരു വളർത്തുമൃഗമാണ്. എലികളുടെ ശത്രുവാണ് ഞാൻ. എനിക്ക് പാലും മീനും വളരെ ഇഷ്ടമാണ്. ഞാൻ പ്രസവിച്ചാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. മനസ്സിലായോ? അടുത്ത് നമുക്ക് ആരുടെ അടുത്തേക്ക് പോകാം? ആട്. ആടാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ അറിയാലോ. ആട്, ഞാൻ ആട്. നിങ്ങൾ എന്നെ വീട്ടിൽ വളർത്തും. എൻ്റെ ആഹാരം എന്താ? പ്ലാവിലയും പുല്ലുമാണ് എൻ്റെ ആഹാരം. ഞാൻ നിങ്ങൾക്ക് പാൽ തരാറുണ്ട്. എൻ്റെ പാൽ ഔഷധ ഗുണമുള്ളതാണ്. ഞാൻ പ്രസവിച്ചാണ് കുട്ടികളെ വളർത്തുന്നത്. എഴുതാലോ. മാനാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ മാൻ. കാട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പൊ കാട്ടിലുള്ള മൃഗങ്ങളാണെങ്കിൽ എന്താ എഴുതേണ്ടത്? കാട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. കാട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അടുത്തെന്ത്? ഇവരുടെ ആഹാരം എന്താണ്? മാനിന്റെ ആഹാരം എന്താണ്? സസ്യാഹാരം. സസ്യങ്ങളാണ് എൻ്റെ ആഹാരം. സസ്യങ്ങളാണ് ഞാൻ കഴിക്കുക. സസ്യമാണ് എൻ്റെ ആഹാരം. സസ്യാഹാരമാണ് ഞാൻ കഴിക്കുക. ഓക്കെ, സസ്യാഹാരമാണ് ഞാൻ കഴിക്കുക. അതുപോലെ ഞങ്ങൾക്ക് പുലിയും കടുവയും സിംഹത്തെയൊക്കെ പേടിയാണ്. ഞങ്ങൾക്ക് ഇവരെ പേടിയാണ്. അതും എഴുതാം. അതുപോലെ നിങ്ങൾ എന്നെ മൃഗശാലയിൽ കണ്ടിട്ടില്ലേ? ഞാൻ മൃഗശാലയിലുണ്ട്. അതായത് സൂ. നിങ്ങൾ എന്നെ മൃഗശാലയിൽ കണ്ടിട്ടില്ലേ? അങ്ങനെ ചോദിക്കാം. അവിടെ ഒത്തിരി പേർ എന്നെ കാണാൻ വരും. ഇതെല്ലാം എന്ത് ചെയ്യാൻ? ഞാൻ പ്രസവിച്ചാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ലേ മാനിനെ കുറിച്ച്? യെസ്. ഇനി പൂമ്പാറ്റ. പൂമ്പാറ്റ എങ്ങനെയാ ഉണ്ടാവുന്നത്? നിങ്ങൾക്കറിയാലോ പൂമ്പാറ്റ. ഞാൻ പൂമ്പാറ്റ. ഞങ്ങളെ കാണാൻ നല്ല ഭംഗിയാണ്. ഞങ്ങൾ പല നിറങ്ങളിലുണ്ട്. എഴുതിക്കൂടെ? ഞാൻ പൂമ്പാറ്റ. വേറെ എന്തെഴുതാം? ഞാൻ പൂമ്പാറ്റ. എന്നെ കാണാൻ നല്ല രസമാണ്. വേറെ എന്തെഴുതാം? ഞങ്ങൾ ഒത്തിരി നിറങ്ങളിലുണ്ട്. ഞങ്ങൾ ഒത്തിരി നിറങ്ങളിലുണ്ട്. എഴുതിക്കൂടെ? നിങ്ങൾ ഞങ്ങളെ ഒത്തിരി നിറങ്ങളിൽ കണ്ടിട്ടില്ലേ? നിങ്ങൾ ഞങ്ങളെ ഒത്തിരി നിറങ്ങളിൽ കണ്ടിട്ടുണ്ടാവും. ഒത്തിരി നിറങ്ങളിൽ കണ്ടിട്ടില്ലേ? ഓക്കെ, അത് നമുക്ക് എഴുതാം. വേറെ എന്ത് നമുക്ക് എഴുതാം? പൂമ്പാറ്റയിൽ എന്തെഴുതാം? എന്താ ചെയ്യുന്നേ? എങ്ങനെയാ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നേ? ഞങ്ങൾ ഇലയുടെ അടിയിൽ മുട്ടയിടും. ഞങ്ങൾ എന്ത് ചെയ്യും? ഇലയുടെ അടിയിൽ മുട്ടയിടും. മുട്ട വിരിഞ്ഞ് പുഴുവാകും. എന്നിട്ടോ അതിന് പ്യൂപ്പ എന്നാണ് പറയുന്നത്.
പ്യൂപ്പയിൽ നിന്ന് ഞങ്ങൾ പൂമ്പാറ്റയായി പുറത്തു വരും. അപ്പൊ ആദ്യം എന്താണ്? ഇലയുടെ അടിയിൽ മുട്ടയിടും. ഇലയുടെ അടിയിൽ മുട്ടയിടും. ഇലയുടെ അടിയിൽ ഇവിടെ 2 വരിയേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതുമ്പോൾ വലുതായിട്ട് എഴുതാനായിരിക്കും. ഇലയുടെ അടിയിൽ ഞങ്ങൾ എന്ത് ചെയ്യും? മുട്ടയിടും. അടുത്തെന്താ ചെയ്യുക? മുട്ട വിരിഞ്ഞ് പുഴുവാകും. പുഴു എന്താകും? പ്യൂപ്പയാകും. പ്യൂപ്പയിൽ നിന്ന് എന്ത് വരും? പൂമ്പാറ്റ വരും. ഓക്കെ, അപ്പോ ഞങ്ങൾ മുട്ടയിടും, മുട്ട പുഴുവാകും, പുഴു പ്യൂപ്പയാകും, പ്യൂപ്പയിൽ നിന്ന് ഞങ്ങൾ പല നിറത്തിലുള്ള പൂമ്പാറ്റകളായി പുറത്തു വരും. മനസ്സിലായോ? എഴുതിക്കൂടെ? യെസ്. പിന്നെ ഒരു കാര്യം എഴുതാം. ഞങ്ങൾക്ക് ആയുസ് കുറവാണ്, ഞങ്ങൾ ഒത്തിരി കാലം ജീവിച്ചിരിക്കാറില്ല, ഞങ്ങൾക്ക് ആയുസ് കുറവാണ്. ഞങ്ങളുടെ ആഹാരം പൂന്തേനാണ്. പൂവിലെ തേൻ നുകർന്നാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ ആഹാരം പൂവിലെ തേനാണ്, പൂന്തേൻ. ഞങ്ങളുടെ ആഹാരം പൂന്തേനാണ്. പൂവിലെ തേൻ നുകർന്നാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇപ്പൊ ഈ ചിത്രശലഭത്തെ കുറിച്ച് എഴുതാൻ മനസ്സിലായല്ലോ. ഇനി പശു ആണെങ്കിൽ എന്താ എഴുതുക? പശു ആണെങ്കിൽ എന്താ എഴുതാം? ഞാൻ പശു, ഞാൻ വളർത്തു മൃഗമാണ്. ഒന്നാമത്തെ കാര്യം എന്ത് എഴുതാം? ഞാൻ പശു. രണ്ടാമത് നമുക്ക് എന്ത് എഴുതാം? വളർത്തു മൃഗമാണ്. അപ്പൊ വളർത്തു മൃഗങ്ങളാണെങ്കിൽ വളർത്തു മൃഗമാണെന്ന് എഴുതാം കേട്ടോ. വളർത്തു മൃഗമാണ്. ഇനി കുഞ്ഞുങ്ങളെ പ്രസവിച്ചാണ് ഞങ്ങൾ വളർത്തുന്നത്. മൂന്നാമത്തെ എന്താണ്? പ്രസവിക്കും. പ്രസവിച്ചാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ആഹാരം എന്താണ്? ആഹാരം പുല്ല്, സസ്യാഹാരം. ഇതാണ് ഞങ്ങൾ സസ്യഭുക്കാണ്. പുല്ല്, സസ്യാഹാരം കഴിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അടുത്തെന്താ? നമുക്ക് എന്തൊക്കെ തരും? പാൽ, ഇറച്ചി, ഇവ ഞങ്ങൾ നിങ്ങൾക്ക് തരാറുണ്ട്. എൻ്റെ ചാണകവും മൂത്രവും വളമാണ്. ഓക്കെ, ചാണകവും മൂത്രവും വളമാണ്. ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാം? പശുവിനെ കുറിച്ച് എഴുതാം. മനസ്സിലായോ? ഇപ്പൊ ഓരോ മൃഗങ്ങൾ സംസാരിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം നമ്മൾ ആരെക്കുറിച്ച് പഠിച്ചു? കോഴിയെ കുറിച്ച് പഠിച്ചു. അണ്ണാൻ എങ്ങനെ സംസാരിക്കും എന്ന് പഠിച്ചു. പൂച്ച എങ്ങനെ സംസാരിക്കും, മാൻ എങ്ങനെ സംസാരിക്കും, പൂമ്പാറ്റ എങ്ങനെ സംസാരിക്കും, പശു എങ്ങനെ സംസാരിക്കും. അങ്ങനെയാണെങ്കിൽ ആടെങ്ങനെ സംസാരിക്കുമെന്ന് എഴുതാമല്ലോ. ആടെങ്ങനെ സംസാരിക്കുമെന്ന് എഴുതാം. അതുപോലെയോ നായ എങ്ങനെ പറയുമായിരിക്കും എന്ന് എഴുതാം. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം എന്താ എഴുതാനുള്ളത്? പേരെഴുതുക. പേര്, ഞാൻ ആരാണ്. 2, കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? കുഞ്ഞുങ്ങളെ വളർത്തുന്നത് എങ്ങനെയാണ് എന്ന് എഴുതാം. പ്രസവിച്ചാണോ മുട്ടയിട്ടാണോ കുഞ്ഞുങ്ങൾ വളരുന്നത് എങ്ങനെയാണെന്ന് എഴുതുക. മൂന്നാമത് എന്തെഴുതാം? ആഹാരം എഴുതാം. അവർ കഴിക്കുന്ന ആഹാരം എഴുതാം. നാലാമത് നമുക്ക് എഴുതാം? അവർ നമുക്ക് എന്തൊക്കെ തരുന്നു. നമുക്ക് തരുന്നത് എന്തൊക്കെയാണെന്ന് എഴുതാം. നമുക്ക് തരുന്നത്. അഞ്ചാമതോ? പൂച്ചയാണെങ്കിൽ എലിയുടെ ശത്രുവാണ് ഞാൻ, അതുപോലെ പറയത്തില്ലേ. അവരുടെ പ്രത്യേകത എഴുതാം. ഓക്കെ, മനസ്സിലായോ? ഇതെല്ലാം ചേർത്താണ് നമുക്ക് എഴുതേണ്ടത്. ഇത്രയാവുമ്പോൾ ഒരു മൃഗം പറയുന്നത് ഇത്രയും നമുക്ക് കിട്ടും. കുറച്ച് സെന്റൻസ് നമുക്ക് കിട്ടും. ഓക്കെ ചിൽഡ്രൻ. അപ്പോൾ എക്സാമിന് ചോദിച്ചാൽ ഇത് തെറ്റിക്കാതെ തന്നെ നിങ്ങൾ എഴുതണം കേട്ടോ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.